ഹായ് വിവേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള യൂണിയനിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. റീച്ചിങ് ഔട്ടിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ അത് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കും. ഇവിടെ ഇവർ ലൈഫ് ലെസൺ എടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ട്, എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അപ്പോഴെല്ലാം ഒരു ലൈഫ് ലെസൺ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ദൈവം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് വിട്ടുമാറിയതിന് ശേഷം ഇവർക്ക് ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസ് കിട്ടി. എന്തൊക്കെയാണോ ഇവർ എവിടെയൊക്കെയാണോ തെറ്റ് ചെയ്തത്, ഏത് സിറ്റുവേഷനാണോ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത്, അതെല്ലാം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഒരു പാഠം പഠിച്ചു നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയതിനു ശേഷം. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഇവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാവുകയാണ്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് ഇവർക്ക് മനസ്സിലാകുകയാണ്. ഇവിടെ ഇവരാണ് നിങ്ങളെ വേദനിപ്പിച്ചത് എങ്കിൽ ഇവർ തന്നെ നിങ്ങളുടെ വേദനയുടെ ഒരു മരുന്നായി മാറുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ ഫോർഗീവിങ്ങിൻ്റെ ആ ഒരു എനർജിയിലാണുള്ളത്. അതായത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ഇവർ നിങ്ങൾക്ക് മാപ്പ് തരുന്നതാണ്. ഇവരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ട്, അതായത് ഫോർഗീവിങ്ങിൻ്റെ ആ ഒരു എനർജിയിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഉള്ളത് അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് പുറത്ത് വരുന്നതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു പേടി കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ യൂണിയനിൽ വന്നാൽ പോലും പിന്നെയും എന്തെങ്കിലും വഴക്കുണ്ടായി പിരിയുമോ എന്നുള്ള പേടി നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒന്നാവുന്നതിന് പോലും നിങ്ങൾ ഭയക്കുന്നു, വീണ്ടും പിരിയുമോ എന്ന പേടി. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നലാണ് ഇവിടെ ഉള്ളത്. അതായത് അവർക്ക് തന്നെ തോന്നുന്നു ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതായത് അവർക്ക് ആരുമില്ല അവരുടെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ എന്നുള്ള ഒരു ഒറ്റപ്പെടൽ അവർക്ക് തോന്നുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഇവർക്ക് വേണം. അപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് കാത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചാൻസും കൂടെ നിങ്ങളടുത്ത് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ എനിക്കൊരു ചാൻസും കൂടെ തരുമോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവരുമായിട്ട് സെപ്പറേഷനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങളോട് ഒരു ചാൻസ് കൂടെ നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നത്. ഇവിടെ മാരേജിൻ്റെ വൈബ്സും മെസ്സേജിൻ്റെയും കോൾസിൻ്റെ ആ ഒരു വൈബ്സും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ കൂടാതെ മാരേജിനെ കുറിച്ച് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അത് കാരണം ഇനി ഒറ്റയ്ക്കിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ സെക്കൻഡ് ചാൻസ് നിങ്ങളോട് ചോദിക്കുന്നത്. മുമ്പ് ഇവർ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജിയിലായിരുന്നു, മാസ്കുലിൻ എനർജിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ എനർജിയിൽ ഇമോഷൻസ് ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഇവർ ഇവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തെറ്റുകളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതെല്ലാം ആലോചിച്ച് ചിന്തിച്ച് ഇനി മുന്നോട്ട് ഒരു നല്ല ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിർണയം എടുക്കാനുള്ള ഒരു ശരിയായ ടൈമാണ് എന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് റിസീവ് ആകുന്നതാണ്. ഇവിടെ എന്തായാലും ഇവരുടെ എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, ഇവരുടെ തെറ്റുകൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഇവരൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഒറ്റപ്പെടൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും കാര്യം തുറന്ന് പറയുകയാണ് എങ്കിൽ അവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഇവരുടെ എനർജി ഹെവിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പ്രത്യേകം നിങ്ങളോട് പല കാര്യങ്ങളും ഇവർ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.